തമിഴ്നാടിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ പുതിയൊരു അധ്യായം കുറിച്ചുകൊണ്ടാണ് മെയ് 10 തമിഴക വെട്ടിക്കഴകം നേതാവ് സി ജോസഫ് വിജയ് സംസ്ഥാന മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത്. പരമ്പരാഗത രാഷ്ട്രീയ ശൈലികളിൽ നിന്നും വിഭിന്നമായി കടുത്ത സുതാര്യതയും ജനങ്ങളോടുള്ള ഉത്തരവാദിത്വമാണ് തന്റെ ഭരണത്തിന്റെ ആണിക്കല്ലെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് അദ്ദേഹം കരിയർ ആരംഭിച്ചത്. അധികാരമേറ്റയുടൻ ജനക്കൂട്ടത്തെ അഭിസംബോധന ചെയ്ത വിജയ് സംസ്ഥാനത്തിന്റെ യഥാർത്ഥ സാമ്പത്തിക സ്ഥിതികളെക്കുറിച്ച് ഒരു ധവളപത്രം പുറത്തിറക്കുമെന്നും പൊതുജനങ്ങളോട് ഒന്നും ഒളിച്ചുവെക്കാതെ കാര്യങ്ങൾ തുറന്നു പറയുമെന്നും പ്രഖ്യാപിച്ചത് തമിഴക രാഷ്ട്രീയത്തിന്റെ വലിയൊരു മാറ്റത്തിന്റെ തുടക്കമായിരുന്നു. സംസ്ഥാന നിലവിൽ 10 ലക്ഷം കോടി രൂപയിലധികം വലിയൊരു കടബാധ്യതയാണ് ചുമലിലേറ്റുന്നതെന്ന് മുഖ്യമന്ത്രി വിജയ് തന്നെ തുറന്നു സമ്മതിച്ചിരുന്നു. ഈയൊരു സാഹചര്യത്തിൽ ഭരണം സുതാര്യമാക്കുക എന്നതും മാത്രമാണ് ഖജനാവിനെ രക്ഷിക്കാനുള്ള ഏക മാർഗമെന്ന് ടി.വി.കെ സർക്കാർ തിരിച്ചറിഞ്ഞു. മുൻകാലങ്ങളിലെ അവ്യക്തമായ തീരുമാനങ്ങൾ എടുക്കുന്ന രീതി അവസാനിപ്പിക്കുമെന്നും കമ്മീഷൻ ഭരണത്തിന് അറുതി വരുത്തുമെന്നുമുള്ള സന്ദേശമാണ് പുതിയ സർക്കാർ നൽകിയത്. ഈ കർശനമായ സമീപനം സംസ്ഥാനത്തിന്റെ ധനകാര്യ മേഖലയിലുള്ള കടുത്ത സമ്മർദ്ദം ലഘൂകരിക്കാൻ ഇതിനകം തന്നെ സഹായിക്കുന്നുണ്ട്. അധികാരമേറ്റ് ഒരു മാസം തികയുന്നതിന് മുൻപ് തന്നെ അഴിമതി ഏറ്റവും കൂടുതൽ നടക്കാൻ സാധ്യതയുള്ള പൊതുമരാമത്ത് മേഖലയിൽ സർക്കാരിന്റെ വാഗ്ദാനങ്ങൾ പ്രതിഫലിക്കാൻ തുടങ്ങി. മുൻകൂട്ടി നിശ്ചയിച്ചതോ അല്ലെങ്കിൽ ഏതാനും ചില വ്യക്തികൾക്ക് മാത്രമായി നിയന്ത്രിച്ചു വെച്ചിരുന്നതോ ആയ പഴയ ടെൻഡർ രീതികൾ പൂർണ്ണമായും അവസാനിപ്പിക്കാൻ മുഖ്യമന്ത്രി വിജയ് ഉത്തരവിട്ടു. എല്ലാത്തരം സിവിക് കരാറുകളും പൂർണ്ണമായും സ്വതന്ത്രവും മത്സരാധിഷ്ഠിതവുമായ ബിഡിങ്ങിനായി തുറന്നുകൊടുത്തത് തമിഴ്നാട് ഭരണ സംവിധാനത്തിലെ വലിയൊരു ശുദ്ധീകരണ പ്രക്രിയയായി മാറിയിരിക്കുകയാണ്. കരാറുകാർ ഒത്തുകളിച്ച് തുക വർദ്ധിപ്പിക്കുന്ന കാർട്ടലൈസേഷൻ രീതിയും കമ്മീഷൻ അടിസ്ഥാനത്തിൽ കരാറുകൾ നൽകുന്ന പഴയ സമ്പ്രദായവും ഇല്ലാതാക്കുകയായിരുന്നു സർക്കാരിന്റെ പ്രധാന ലക്ഷ്യം. ടെൻഡറുകൾ പൂർണ്ണമായും ഓൺലൈനായും മത്സരാധിഷ്ഠിതമായും മാറ്റിയതോടെ വലിയൊരു തുകയാണ് സംസ്ഥാന ഖജനാവിന് ലാഭിക്കാൻ കഴിഞ്ഞത്. ജൂൺ 28 പുറത്തുവന്ന ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് പ്രകാരം ഗ്രേറ്റർ ചെന്നൈ കോർപ്പറേഷന്റെ റോഡ് പുനരുദ്ധാരണ ടെൻഡറുകളിൽ പങ്കെടുക്കുന്ന കരാറുകാർ ഔദ്യോഗിക കണക്കുകളേക്കാൾ 25 മുതൽ 30% വരെ കുറഞ്ഞ തുകയാണ് ഇപ്പോൾ കോട്ട് ചെയ്യുന്നത്. ചെന്നൈ അമ്പത്തൂർ സോണിൽ നടന്ന ഒരു റോഡ് പുനരുദ്ധാരണ പദ്ധതിയുടെ ടെൻഡർ നടപടികൾ പുതിയ നയത്തിന്റെ വിജയത്തിന് മികച്ച ഉദാഹരണമാണ്. ടി.വി.കെ സർക്കാരിന്റെ അഴിമതി വിരുദ്ധ സന്ദേശം പൊതുമരാമത്ത് മന്ത്രി ജൂൺ 6 തന്നെ വ്യക്തമാക്കിയിരുന്നു. നിലവിലെ ഭരണത്തിന് കീഴിൽ ഹൈവേ കരാറുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വലിയ പദ്ധതികളും പൂർണ്ണമായും സുതാര്യമായി മാത്രമേ നൽകുകയുള്ളൂവെന്നും ഒരു കരാറുകാരനും ആരോടും കമ്മീഷനോ കൈക്കൂലിയോ നൽകേണ്ട ആവശ്യമില്ലെന്നും അദ്ദേഹം പത്രസമ്മേളനത്തിൽ ഉറപ്പു നൽകി. ഈ പ്രഖ്യാപനമാണ് കരാറുകാർക്ക് ധൈര്യമായി കുറഞ്ഞ തുകയ്ക്ക് ടെൻഡർ വിളിക്കാൻ പ്രചോദനമായത്. വിജയ് സർക്കാരിന്റെ ഈ വിപ്ലവകരമായ മാറ്റങ്ങൾ തമിഴ്നാടിന് പുറമെ ദേശീയ തലത്തിലും വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. മുൻപ് നിലനിന്നിരുന്ന 40% കമ്മീഷൻ സംസ്കാരം പൂർണ്ണമായും ഇല്ലാതാക്കാൻ വിജയ്ക്ക് സാധിച്ചാൽ അത് ഇന്ത്യയിലുടനീളമുള്ള ഭരണ സംവിധാനങ്ങൾക്ക് ഒരു മികച്ച മാതൃകയായി ഇത് മാറും. സുതാര്യമായ ഭരണം വഴി പൊതുജനങ്ങളുടെ നികുതി പണം എങ്ങനെ സംരക്ഷിക്കാമെന്ന് തമിഴ്നാട് തെളിയിക്കുകയാണ്.